ഈ ഒരു വീഡിയോയിൽ 4 കാര്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്ഷൻ ബൈയിങ്ങിന് എത്ര ക്യാപിറ്റൽ വേണ്ടി വരും, ഓപ്ഷൻ ബൈയിങ് സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ക്യാപിറ്റൽ വേണ്ടി വരും എന്നുള്ളത്. രണ്ടാമതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്ഷൻ സെല്ലിംഗ് ചെയ്യുമ്പോൾ എത്ര ക്യാപിറ്റലാണ് വേണ്ടതെന്നുള്ളത്. മൂന്നാമതായിട്ട് ഓപ്ഷൻസിൽ സ്ട്രാറ്റജീസ് ചെയ്യുമ്പോൾ ഓപ്ഷൻ ബൈയും സെല്ലും ഒരുമിച്ച് ചെയ്യുന്ന ടൈപ്പ് ഹെഡ്ജിങ് സ്ട്രാറ്റജീസ് ചെയ്യുന്ന സമയത്ത് എത്ര ക്യാപിറ്റലാണ് നമുക്ക് ആവശ്യം വരുന്നത്. പിന്നെ ഏറ്റവും അവസാനം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻ കേസ് നമ്മൾ ഏതെങ്കിലും ഓപ്ഷൻ സെല്ല് ചെയ്യാനൊക്കെ മറന്നുപോയി അല്ലെങ്കിൽ സെല്ല് ചെയ്യാൻ പറ്റാതായി കഴിഞ്ഞാൽ നമുക്ക് എത്ര നഷ്ടം വരും അല്ലെങ്കിൽ ലക്ഷങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ള രീതിയിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ റിസ്ക് പാർട്ട്, അതായത് മാർജിൻ്റെ കേസിലുള്ള റിസ്ക്കും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഓപ്ഷൻ ബൈയിങ്ങിന് വരുന്ന മാർജിനെ കുറിച്ചിട്ട് സംസാരിക്കാം. ഓക്കെ, ഈ ഓപ്ഷൻ ട്രേഡിങ്ങിൽ ഏറ്റവും മാർജിൻ കുറവ് ഓപ്ഷൻ ബൈയിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നെയ്ക്കഡ് ഓപ്ഷൻ ബൈയിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കുറവ് മാർജിൻ വേണ്ടത്. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഓപ്ഷൻ ട്രേഡ്, ഓക്കെ, അതിൻ്റെ മുന്നേ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, നമുക്ക് ഓപ്ഷൻ ട്രേഡിങ് ഇൻഡെക്സ് ഓപ്ഷൻസിലും ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ സ്റ്റോക്ക് ഓപ്ഷൻസിലും ചെയ്യാൻ പറ്റും. ഈ സ്റ്റോക്ക് ഓപ്ഷൻസ് എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിലുള്ള സാധാരണ സ്റ്റോക്കുകൾ, ഇപ്പം ടാറ്റ മോട്ടോഴ്സ്, റിലയൻസ് അതുപോലുള്ള സ്റ്റോക്കുകളിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഈ സ്റ്റോക്ക് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻഡെക്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് നിഫ്റ്റി കോൾ ഓപ്ഷൻ, നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി, മിഡ് ക്യാപ്പ് നിഫ്റ്റി അത്തരത്തിലുള്ള ഇൻഡെക്സുകളിൽ ചെയ്യുന്ന ഓപ്ഷൻസ് ആണ് ഇൻഡെക്സ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഞാൻ സ്റ്റോക്ക് ഓപ്ഷൻസിൽ നമ്മൾ ഓപ്ഷൻ ബൈയിങ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന മാർജിൻ്റെ കേസുകൾ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എടുക്കുന്ന സ്ട്രൈക്ക് പ്രൈസ്, അതായത് ആദ്യം പറയാനുള്ളത്, ഇപ്പം ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിലാണ് നമ്മൾ ഓപ്ഷൻ ബൈയിങ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ടാറ്റ മോട്ടോഴ്സിൽ ഓൾമോസ്റ്റ് 1428 ക്വാണ്ടിറ്റിയാണ് മിനിമം പർച്ചേസ് ചെയ്യേണ്ടത്. അതായത് ഇതിന് നമ്മൾ ലോട്ട് സൈസ് എന്നുള്ള പറയാം. അതായത് മിനിമം ഇത്ര ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യണം എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. ഇനി നിങ്ങൾക്ക് 2 ക്വാണ്ടിറ്റി ആക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡബിൾ ആക്കാനേ പറ്റുള്ളൂ. അതായത് 2850 ക്വാണ്ടിറ്റിയാണ് നിങ്ങൾക്ക് ആക്കാൻ പറ്റുക. അത് കഴിഞ്ഞാൽ പിന്നെ വരാൻ പോകുന്നത് 4275 ക്വാണ്ടിറ്റിയാണ്. അതായത് 1, 2, 3 ക്വാണ്ടിറ്റി ഒന്നും നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർജിനും അതിനനുസരിച്ച് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു ലോട്ട് പർച്ചേസ് ചെയ്യാൻ, ഏറ്റവും മിനിമം ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1425 ക്വാണ്ടിറ്റി നമ്മൾ മിനിമം പർച്ചേസ് ചെയ്യണം. അപ്പം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന ഓപ്ഷൻസിന് എത്രയാണോ വില ഉള്ളത് അതേ ഇൻറ്റു ക്വാണ്ടിറ്റി, അതായിരിക്കും മാർജിൻ വരിക. ഇപ്പോൾ ഇവിടെ 2.15 രൂപയാണ് ഈ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഈ ഒരു കോൾ ഓപ്ഷൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1425 ക്വാണ്ടിറ്റീനെ വെച്ച് നോക്കുമ്പോൾ 3063 രൂപയാണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഈ ഒരു കോൾ ഓപ്ഷന് 10 രൂപയായിരുന്നു എന്നുണ്ടെങ്കിൽ മാർജിൻ വരുന്നത് എത്രയായിരിക്കും? 10 രൂപയാണെന്നുണ്ടെങ്കിൽ മാർജിൻ വരുന്നത് 14,000 സംതിങ് ആയിരിക്കും. ഇതിൽ കാൽക്കുലേറ്റഡ് ആയിട്ട് വന്നിട്ടില്ല, പക്ഷേ 14,000 സംതിങ് ആയിരിക്കും. അപ്പം എത്ര ക്വാണ്ടിറ്റി ആണോ ഉള്ളത് അതേ ഇൻറ്റു പ്രൈസാണ് ഓപ്ഷൻ ബൈയിങ്ങിൽ മാർജിൻ വരുന്നത്. ഓക്കെ, അതിപ്പോൾ ടാറ്റ മോട്ടോഴ്സിലാണെങ്കിലും ഇനിയിപ്പം റിലയൻസിലാണെന്നുണ്ടെങ്കിൽ റിലയൻസിൽ ക്വാണ്ടിറ്റി ഡിഫറൻസ് ഉണ്ടാവും. അപ്പം റിലയൻസിൽ മിനിമം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 250 ക്വാണ്ടിറ്റിയാണ്. ഇപ്പോൾ റിലയൻസിൽ നിങ്ങളിപ്പോൾ ഒരു 10 രൂപയുടെ ഒരു കോൾ ഓപ്ഷൻ പർച്ചേസ് ചെയ്യുകയാണ്, കോളം പുട്ടും എല്ലാം സെയിമാണ്, ഓപ്ഷൻ ബൈയിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2500 രൂപയായിരിക്കും കൊടുക്കേണ്ടി വരിക. അപ്പം എത്രയാണോ പ്രൈസ് അതേ ഇൻറ്റു ക്വാണ്ടിറ്റി, ഇതായിരിക്കും ഓപ്ഷൻ ബൈയിങ്ങിൽ വരുന്ന മാർജിൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ മേടിക്കുന്ന ഓപ്ഷൻ ഇൻ ദ മണി ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ മാർജിൻ കൂടും. അതായത് ഓപ്ഷൻ ബൈയിങ്ങിൽ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഓപ്ഷൻ ബൈയിങ്ങിൽ നിങ്ങളിപ്പോൾ ഒരു ഓപ്ഷൻ മേടിക്കുന്ന സമയത്ത് ഈ എക്സ്പയറി ഡേറ്റിൻ്റെ തൊട്ട് മുൻപ് അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റിൻ്റെ ലാസ്റ്റ് വീക്ക് എന്ന് പറയുന്നത്, ഇപ്പം എല്ലാ ഓപ്ഷൻസിനും സ്റ്റോക്ക് ഓപ്ഷൻസിൽ എക്സ്പയറി ഡേറ്റ് വരുന്നത് വ്യാഴാഴ്ചകളിലാണ് വരിക. ഏറ്റവും അവസാനത്തെ എല്ലാ മന്തിലും ഏറ്റവും അവസാനത്തെ വ്യാഴാഴ്ചയാണ് എക്സ്പയറി ഡേറ്റ് വരിക. അപ്പം ഏറ്റവും അവസാനത്തെ ആ ഒരു വീക്ക് ഉണ്ടല്ലോ, എക്സ്പയറി ഡേറ്റിലുള്ള ആ ഒരു വീക്കിൽ നിങ്ങളുടെ കയ്യിൽ ഇൻ ദ മണി ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർജിൻ നല്ല രീതിയിൽ കൂടും. ഞാനൊരു എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിന് ഇപ്പോൾ ഈ 2 രൂപയുടെ ഓപ്ഷൻ മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു 3000 സംതിങ്ങേ വരുന്നുള്ളൂ. അപ്പോൾ അത് പ്രോപ്പർ ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഇൻറ്റു പ്രൈസ് തന്നെയാണ് വരുന്നത്. പക്ഷേ ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് ട്രേഡ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് എത്ര രൂപയിലാണ്? ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് ഓൾമോസ്റ്റ് 962 രൂപയിലാണ്. അപ്പം ഇൻ ദ മണി ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ, ഇൻ ദ മണി എന്ന് പറയുന്നത് 960 താഴെ വരുന്ന കോൾ ഓപ്ഷൻസിനെയാണ് ഇൻ ദ മണി എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഔട്ട് ഓഫ് മണി 1000 ആണ് തരുന്നത്. അതായത് 962 ഇപ്പം ടാറ്റ മോട്ടോഴ്സ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ 1000 രൂപ എന്ന് പറയുന്നത് ഈ 960 കഴിഞ്ഞിട്ടുള്ള പ്രൈസാണല്ലോ. 970, 80, 1000 അങ്ങനെ വരുന്നത്. അപ്പോൾ മുകളിലുള്ള പ്രൈസിനെയാണ് നമ്മൾ
ഔട്ട് ഓഫ് ദ മണി എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള പ്രൈസുകളിൽ അത്തരത്തിലുള്ള ഓപ്ഷൻസുകളിൽ നമുക്ക് എത്രയാണോ ക്വാണ്ടിറ്റി ഉള്ളത് അതേ ഇൻറ്റു പ്രൈസാണ് വരിക. ഇനി അതല്ല, ഈ 960 മുൻപുള്ള അല്ലെങ്കിൽ 960 താഴെയുള്ള സ്ട്രൈക്ക് പ്രൈസുകൾ നോക്കാം. ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ ടാറ്റ മോട്ടോഴ്സിൻ്റെ 920 കോളിന് എത്രയാണ് ഇപ്പോൾ പ്രൈസ് നോക്കാം. ഇപ്പോൾ 43 രൂപയാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ കോളിനുള്ളത്. പക്ഷേ ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ 1,48,000 രൂപ നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇവിടെ ആക്ച്വലി എന്താ സംഭവിച്ചത്? ശരിക്കുള്ള പ്രൈസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എത്ര വരിക? ഇപ്പോൾ 14,000 × 4 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 40,000 അല്ലെങ്കിൽ 50,000 റേഞ്ചിലൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. 43 × 1425 വരേണ്ടത്. പക്ഷെ നമ്മളിവിടെ നോക്കുമ്പോൾ 1 ലക്ഷം രൂപ എക്സ്ട്രാ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ 1,48,000 രൂപ ഉണ്ട് ഇത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രൈസ് വരുന്നത്? അല്ലെങ്കിൽ ഈ ഓപ്ഷൻ ബൈങ് ചെയ്യുമ്പോൾ സാധാരണ 43 എത്രയാണോ പ്രൈസുള്ളത് അതിൻ്റെ ക്വാണ്ടിറ്റിയാണ് വരേണ്ടത്. പക്ഷേ ഈ കേസിൽ കുറച്ച് കൂടുതൽ എമൗണ്ട് വരേണ്ടി വരുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് ഈ മന്ത് എൻഡ് ആകുമ്പോൾ അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റിനോട് അടുക്കും തോറും ആ ഓപ്ഷൻ ഹോൾഡ് ചെയ്യുന്നത് റിസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് ബ്രോക്കർ നിങ്ങൾക്ക് കൂടുതൽ മാർജിൻ നിങ്ങളോട് ഡിമാൻഡ് ചെയ്യുകയാണ്. അതായത് നിങ്ങൾക്ക് അത്രയും റിസ്ക് കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത് അവർക്ക് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം ക്യാപിറ്റൽ ഉണ്ട് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് റിസർവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് റിസർവ് ചെയ്ത് വെക്കുന്നത്? ഇൻ കേസ് ഈ ഒരു ടാറ്റ മോട്ടോഴ്സിൻ്റെ ഈ ഒരു കോൾ ഓപ്ഷൻ നമ്മൾ ബൈ ചെയ്തിട്ട് അത് എക്സിറ്റ് ചെയ്യാതെ ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, എക്സ്പയറി ഡേറ്റ് ആയിട്ട് നമ്മൾ എക്സിറ്റ് ചെയ്യാതെ വെക്കുകയെന്നുണ്ടെങ്കിൽ, നമ്മൾ ആ ടാറ്റ മോട്ടോഴ്സിൽ എത്ര ക്വാണ്ടിറ്റിയാണുള്ളത്, ഇപ്പോൾ 1425 ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ 1425 ക്വാണ്ടിറ്റി ടാറ്റ മോട്ടോഴ്സിന് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടി വരും. അതായത് 1425 ക്വാണ്ടിറ്റി നമ്മൾ ഡെലിവറിയിൽ ആ സ്റ്റോക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്രയും സ്റ്റോക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ക്യാപിറ്റൽ വേണം. 1000 രൂപയാണ് ഓൾമോസ്റ്റ് ടാറ്റ മോട്ടോഴ്സിന് വരുന്നത്. അപ്പം 1425 ക്വാണ്ടിറ്റി നമ്മൾ 1000 രൂപ പർച്ചേസ് ചെയ്യുന്ന പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരുപാട് എമൗണ്ടായി, 10 ലക്ഷത്തിൻ്റെ മുകളിലായി. അപ്പോൾ അത്രയും വലിയ എമൗണ്ട് വെച്ചിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ എമൗണ്ട് ഇല്ലെങ്കിൽ അത് ബ്രോക്കറിന് ഇഷ്യൂ ആകും. അത് സെറ്റിൽമെൻറ്റ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാപിറ്റൽ ഇല്ലെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരും. അപ്പോൾ അവർക്ക് സെറ്റിൽമെൻറ്റ് ചെയ്ത് അതിൻ്റെ പെനാൽറ്റി തന്ന് അങ്ങനെ കുറേ കോംപ്ലിക്കേഷൻസിലേക്ക് പോകും. അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറഞ്ഞുതരാം, ആ ഒരു മാർജിൻ്റെ കേസ്. പക്ഷെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻ ദ മണി ഓപ്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ എക്സ്പയറിയോട് അടുക്കും തോറും എമൗണ്ട് കൂടുതൽ വേണ്ടി വരും, അതായത് മാർജിൻ കൂടുതൽ വേണ്ടി വരും. പക്ഷേ കുറേ മുൻപാണെന്നുണ്ടെങ്കിൽ, എക്സ്പയറി കുറേ ദൂരം ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്സ്പയറിക്ക് ഒരു 2 വീക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയാണോ എമൗണ്ട് ഉള്ളത് അതേ ഇൻറ്റു ക്വാണ്ടിറ്റിയാണ് മാർജിൻ വരിക. സോ ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ മാർജിൻ, സ്റ്റോക്ക് ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ മാർജിൻ ഇങ്ങനെയാണ് വരിക. അതായത് സിമ്പിളാണ്. ഔട്ട് ഓഫ് ദ മണി ഓപ്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാനുള്ള, എത്ര എക്സ്പയറി ഡേ ആണെങ്കിലും എന്താണെങ്കിലും ഒരു കുഴപ്പമില്ല, അതിന് പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റിയാണ് വരിക. പക്ഷേ എക്സ്പയറിയോട് അടുക്കുന്ന സമയത്ത് ഇൻ ദ മണി ഓപ്ഷൻസിലാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് മാർജിൻ കൂടുതലായിരിക്കും. ഇതാണ് സ്റ്റോക്ക് ഓപ്ഷൻസിൻ്റെ കേസ്. ഇനി ഇൻഡെക്സ് ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഇതിൽ പ്രത്യേകിച്ച് കൺഫ്യൂഷൻസ് ഒന്നുമില്ല. നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ ഒരു 22,200 CE ജസ്റ്റ് അതിൻ്റെ പ്രൈസ് നമുക്ക് നോക്കാം. ഇതിൽ മാർജിൻ്റെ വേറെ കേസുകളൊന്നും വരുന്നില്ല, ക്വാണ്ടിറ്റി ഇൻറ്റു പ്രൈസ് അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഓപ്ഷൻ ബൈയിങ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഈ സ്റ്റോക്ക് ഇൻഡെക്സ് ഓപ്ഷൻസിൽ ചെയ്യുന്നതാണ്. അപ്പോൾ കാരണം അതിൽ ഇത്തരത്തിലുള്ള മാർജിൻ കേസുകളൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് എക്സ്പയർഡോട് അടുക്കുന്നതോറും മാർജിൻ കൂട്ടണം കുറക്കണം അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. ഓപ്ഷൻ ബൈയിങ് ചെയ്യാനാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, മിഡ് ക്യാപ് നിഫ്റ്റി, അതുപോലെ തന്നെ ഫിൻ നിഫ്റ്റി, ഇത്തരത്തിലുള്ള ഇൻഡെക്സ് ഓപ്ഷൻസിൽ ചെയ്യുന്നതാണ് നല്ലത്. കാരണം അതിൽ മാർജിൻ വളരെ സിമ്പിളാണ്, 50 ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാവുള്ളൂ. ഒന്നാമത്തെ കാര്യം അത് ക്വാണ്ടിറ്റി കുറവായിരിക്കും. നിഫ്റ്റിയിൽ മിനിമം ക്വാണ്ടിറ്റി 50 ക്വാണ്ടിറ്റിയാണ് വരുന്നത്, അതായത് ഒരു ലോട്ട് എന്ന് പറയുന്നത് 50 ക്വാണ്ടിറ്റി മാത്രമേ വരുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചെറിയ പ്രൈസിലുള്ളൊരു ഓപ്ഷൻ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ നിഫ്റ്റി 22,500 ഒരു കോൾ ഓപ്ഷൻ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 98 രൂപയെ വരുന്നത്. ഇനിയിപ്പം ഇനി വരാൻ പോകുന്ന എക്സ്പയറിയുടെ നോക്കുകയെന്നുണ്ടെങ്കിൽ ഇപ്പം 22,200 കോള് നോക്കുകയെന്നുണ്ടെങ്കിൽ ഫെബ്രുവരിയുടെ കോൾ നോക്കുക 10 രൂപയ്ക്കേ വരുന്നുള്ളൂ. 100 രൂപയാണല്ലേ, 100 രൂപ വരുന്നുള്ളൂ. അതായത് ഓൾമോസ്റ്റ് 5000 രൂപയാണ് മാക്സിമം വരുന്നത്. അപ്പം നിങ്ങൾക്ക് 5000 ഇപ്പം 10 രൂപേൻ്റെ 50 രൂപേൻ്റെ 30 രൂപേൻ്റെ ഒക്കെ ഓപ്ഷൻസ് അവൈലബിൾ ആണ് നിഫ്റ്റിയിൽ. അപ്പം അത്തരത്തിലുള്ള ഇപ്പോൾ 50 ക്വാണ്ടിറ്റി മാത്രമേ മാക്സിമം വരുന്നുള്ളൂ. 50 ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ചെറിയ പ്രൈസിൻ്റെ ഒക്കെ ഓപ്ഷൻസ് മേടിച്ച് പഠിക്കാൻ വേണ്ടി പറ്റും.
അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ ബൈയിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ഇൻഡെക്സ് ഓപ്ഷൻസ് ആണ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി അത്തരത്തിലുള്ള ഓപ്ഷൻസ് ആണ്. അതിലുള്ള മാർജിൻ വരുന്നത് എത്രയാണോ ക്വാണ്ടിറ്റി അതിൽ വരുന്നത് ആ ക്വാണ്ടിറ്റി ഇൻറ്റു പ്രൈസാണ് വരിക. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിഫ്റ്റിയുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 50 ക്വാണ്ടിറ്റിയാണ്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ആണെന്നുണ്ടെങ്കിലോ ബാങ്ക് നിഫ്റ്റിയുടെ ക്വാണ്ടിറ്റി വരുന്നത് അതിലും കുറവായിരിക്കും. ബാങ്ക് നിഫ്റ്റിയുടെ 15 ക്വാണ്ടിറ്റി വരുന്നുള്ളൂ. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു 100 രൂപ ഉള്ള ഒരു ഓപ്ഷൻ മേടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 1500 രൂപയേ വരുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ചെറിയ എമൗണ്ട് വെച്ചിട്ട് ഓപ്ഷൻസ് ചെയ്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻഡെക്സ് ഓപ്ഷൻസിലാണ് ട്രേഡ് ചെയ്ത് പഠിക്കേണ്ടത്. ഇപ്പോൾ ഫിൻ നിഫ്റ്റി ആണെങ്കിൽ അതിനും ഇത്തരത്തിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ആയിരിക്കും. ഫിൻ നിഫ്റ്റിയിൽ വരുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 40 ക്വാണ്ടിറ്റിയാണ്. ഇനിയിപ്പം മിഡ് ക്യാപ് നിഫ്റ്റിയിൽ അങ്ങനെ അത് നിങ്ങൾക്ക് ജസ്റ്റ് അത് മിഡ് ക്യാപ് നിഫ്റ്റിന്ന് സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഓപ്ഷൻ മിഡ് ക്യാപ് നിഫ്റ്റിയുടെ ഇതെന്ന് പറഞ്ഞാൽ 75 ക്വാണ്ടിറ്റി ആണുള്ളത്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും അപ്പോൾ എത്രയാണോ ക്വാണ്ടിറ്റി ഉള്ളത് അത് ഇൻറ്റു പ്രൈസാണ് വരിക. ക്വാണ്ടിറ്റി നമുക്ക് ഡബിൾ ആക്കാനേ പറ്റുള്ളൂ. അതായത് 75 കഴിഞ്ഞാൽ പിന്നെ 75 + 75 ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 75 + 75 + 75 ആയിരിക്കും. അങ്ങനെ 3 ലോട്ട്, 4 ലോട്ട്, 5 ലോട്ട് അങ്ങനെ നമുക്ക് ക്വാണ്ടിറ്റി ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ 1-2 ക്വാണ്ടിറ്റി ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൽ വരുന്ന മാർജിൻ അങ്ങനെയാണ്. അപ്പോൾ ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ മാർജിൻ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ മാർജിൻ ഓൾമോസ്റ്റ് ഒരു 1.5 ലാക്ക് ആയിരിക്കും എല്ലാ ഓപ്ഷൻസിലും. അത് സ്റ്റോക്ക് ഓപ്ഷൻസിൽ ചില സ്റ്റോക്കിൽ 2 ലക്ഷത്തിൻ്റെ മുകളിലൊക്കെ വരും. പക്ഷേ ഇപ്പം ഈ പറഞ്ഞ പോലെ ഇൻഡെക്സ് ഓപ്ഷൻസിലാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് വരുന്നത് 1 ലാക്കിൻ്റെ അടുത്താണ് വരുന്നത്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ലോട്ടിന് വരുന്നത് 92,000 സംതിങ് ആണ്, ഓൾമോസ്റ്റ് 1 ലാക്കിൻ്റെ അടുത്ത്. ഇനിയിപ്പം നിഫ്റ്റിയുടെ നോക്കുകയാണെന്നുണ്ടെങ്കിലോ നിഫ്റ്റിയുടെ നോക്കുമ്പോൾ 1,22,000. അപ്പം 1 ലക്ഷം, 1.5 ലക്ഷം, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒരു 2 ലക്ഷമെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഓപ്ഷൻ സെല്ലിങ്ങിലേക്ക് നോക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മാർജിൻ വളരെ വലുതായതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അധികം ആരും ചെയ്യാനുള്ള ചാൻസസും വളരെ കുറവാണ്. അപ്പോൾ അതിൽ ഞാൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. ഓവറോൾ നിങ്ങൾ മനസ്സിലാക്കുക 1 ലക്ഷത്തിൻ്റെ മുകളിലായിരിക്കും. ഒന്നുകിൽ 1 ലക്ഷം അല്ലെങ്കിൽ മാക്സിമം 2 ലക്ഷം, 2.30 ലക്ഷമൊക്കെയാണ് വരാറ്. സ്റ്റോക്ക് ഓപ്ഷൻസിൽ അത്രയ്ക്കാണ് വരാറ്. അതിൽ ഈ പറഞ്ഞ പോലെ എക്സ്പയറിയോട് അടുക്കും തോറും എമൗണ്ട് കൂടും കുറയൊക്കെ ചെയ്യും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ 1.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങളൊരു സ്റ്റോക്ക് ഓപ്ഷൻ സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 ലക്ഷം രൂപയെങ്കിലും കയ്യിൽ കരുതണം. ബാക്കി 50,000 രൂപ നമ്മൾ മാർജിൻ്റെ കുറവും കൂടുതലും വോളാറ്റിലിറ്റിക്ക് അനുസരിച്ചൊക്കെ മാർജിൻ കുറവും കൂടുതലൊക്കെ വരും. അപ്പോൾ അത്തരത്തിലുള്ള ഇഷ്യൂസിന് മാനേജ് ചെയ്യാൻ വേണ്ടി കുറച്ച് മാർജിൻ കീപ്പ് ചെയ്യണം. അപ്പം പൊതുവേ ഈ ഓപ്ഷൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 5 ലക്ഷമോ 10 ലക്ഷമെങ്കിലും മിനിമം നമ്മുടെ കയ്യിൽ വേണം. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അപ്പോൾ ഓപ്ഷൻ സെല്ലിങ്ങിന് അങ്ങനെയാണ് ഓൾമോസ്റ്റ് വരിക. ഇനി ഹെഡ്ജിങ് സ്ട്രാറ്റജീസിൽ പല രീതിയിലുള്ള മാർജിനാണ് വരിക. അപ്പോൾ ഹെഡ്ജിങ് സ്ട്രാറ്റജീസിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഓപ്ഷൻ സെല്ലിങ്ങിന് കൂടുതൽ മാർജിൻ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ഓപ്ഷൻ ബൈയിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര എമൗണ്ടേ ഉള്ളൂ. പക്ഷേ അതേ ഒരു ഓപ്ഷൻ നമ്മൾ ആദ്യം സെല്ലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപയ്ക്ക് വേണമെന്ന് പറഞ്ഞു. ഇതെന്തുകൊണ്ടാണ്? റിസ്ക് കൂടുതലുള്ള ട്രേഡിനാണ് കൂടുതൽ ക്യാപിറ്റൽ വേണ്ടി വരിക. അല്ലെങ്കിൽ ഹൈ റിസ്ക്, ഇപ്പം ഓപ്ഷൻ സെല്ലിങ് ചെയ്യുമ്പോൾ അൺലിമിറ്റഡ് റിസ്ക് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള റിസ്ക് കൂടുതലാണെന്നുണ്ടെങ്കിലാണ് ക്യാപിറ്റൽ കൂടുതൽ ആവശ്യം വരിക. പക്ഷേ നമ്മൾ ഹെഡ്ജിങ് ചെയ്യുന്ന സമയത്ത് നമ്മളെ റിസ്ക് കുറക്കുന്നുണ്ട്, അല്ലെങ്കിൽ റിസ്ക് ഇല്ലാതാക്കുന്നുണ്ട് നമ്മൾ. അതുകൊണ്ട് തന്നെ ഹെഡ്ജിങ് സ്ട്രാറ്റജീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാപിറ്റൽ വളരെ കുറവ് മതി. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ബുൾ കോൾ സ്പ്രെഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഹെഡ്ജിങ് സ്ട്രാറ്റജി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബൈ പൊസിഷനും വേണം, ഒരു സെൽ പൊസിഷനും വേണം. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റിൽ നോക്കുമ്പോൾ ഒരു സെൽ പൊസിഷൻ ആഡ് ചെയ്യണമെങ്കിൽ തന്നെ വേണം 1.5 ലക്ഷം രൂപ അല്ലേ? പിന്നെ അതിൻ്റെ കൂടെ ഒരു ബൈ പൊസിഷനും കൂടി വന്നു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 2 ലക്ഷം രൂപ വേണമെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ അത്രയ്ക്കില്ല. ഇപ്പോൾ നമ്മളൊരു ബുൾ കോൾ സ്പ്രെഡ് ചെയ്യുമ്പോൾ ഈ ഓപ്ഷൻ സെല്ല് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഒരു ബൈയും ചെയ്യുന്നുണ്ട്. അതായത് അപ് ട്രെൻഡിലേക്ക് പോകുമ്പോൾ പ്രോഫിറ്റ് കിട്ടാനുള്ള ഒരു പൊസിഷനും ഉണ്ട്, ഡൗൺ സൈഡിലേക്ക് പോകുമ്പോൾ പ്രോഫിറ്റ് കിട്ടാനുള്ള പൊസിഷനും ഉണ്ട്. അപ്പോൾ 2 സൈഡിലും വലിയ മൂവ്മെൻറ്റ് നടത്തി കഴിഞ്ഞാലും നമുക്ക് ലോസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ അത്തരത്തിൽ ലോസ് ലിമിറ്റഡ് ആക്കിയിട്ടാണ് നമ്മൾ ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ വളരെ കുറവ് മതിയായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇനി നമ്മൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ സ്റ്റോക്കിൽ നമ്മൾ ഒരു ബുൾ കോൾ സ്പ്രെഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര എമൗണ്ടാണ് ആവശ്യം വരുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പോയിട്ട് ഒരു 980 ഒരു കോൾ ഓപ്ഷൻ നമ്മൾ സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് 1.7 lakhs റുപ്പീസ് മാർജിൻ വേണം. ഇവിടെ കാണുന്നതാണ് മാർജിൻ നീഡെന്ന് കാണിക്കുന്നതാണ് മാർജിൻ ആവശ്യമുള്ള എമൗണ്ട് എന്ന് പറയുന്നത്. 1.7 lakh വേണം അല്ലേ? ഇനി ഇത് സെല്ല് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ബൈയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാലാണല്ലോ ബുൾ കോൾ സ്പ്രെഡ് വരിക.
ജസ്റ്റ് സെല്ല് മാത്രമല്ലാതെ ഒരു ബൈ പൊസിഷൻ, അതായത് ഒരു ബൈ പൊസിഷൻ ഉണ്ടാവും, ഒരു സെൽ പൊസിഷൻ ഉണ്ടാവും. മുകളിലോട്ട് പോകുമ്പോൾ പ്രോഫിറ്റ് കിട്ടുന്നതും അതുപോലെ തന്നെ താഴോട്ട് പോകുമ്പോൾ പ്രോഫിറ്റ് കിട്ടുന്നതുമായിട്ടുള്ള 2 പൊസിഷൻസാണ് നമ്മൾ ആഡ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ, അതിനാണ് ഹെഡ്ജിങ് എന്ന് പറയുന്നത്. 2 സൈഡിലേക്ക് പോയാലും നമുക്ക് റിസ്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റുന്ന ട്രേഡിംഗ് സ്റ്റൈലാണ് ഹെഡ്ജിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു സെൽ പൊസിഷൻ ആഡ് ചെയ്ത സമയത്ത് ഓൾമോസ്റ്റ് 1.7 ലാക്ക് നമുക്ക് മാർജിൻ വേണ്ടി വന്നു. പക്ഷേ അതിൻ്റെ കൂടെ ഒരു ബൈ പൊസിഷൻ കൂടെ ആഡ് ചെയ്തപ്പോൾ നമ്മുടെ മാർജിൻ എത്രയായിപ്പോൾ? വെറും 56,000 രൂപ ആയിട്ട് കുറഞ്ഞു. ഇനിയിപ്പോൾ ഇത് ടാറ്റ മോട്ടോഴ്സ് മാറ്റാം, കുറച്ചും കൂടെ റിസ്ക് കുറവുള്ള ചെറിയ ഒരു സ്റ്റോക്ക് എടുത്തു. ചെറിയ സ്റ്റോക്ക് എന്നല്ല പറഞ്ഞത്, റിസ്ക് കുറവുള്ള ഒരു സ്റ്റോക്ക് എടുത്തു നോക്കാം. അപ്പോൾ റിലയൻസിൽ എനിക്കൊന്നും അത്രയും മാർജിൻ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ലോട്ട് സൈസ് കുറയുന്നതിനനുസരിച്ച് നമുക്ക് റിസ്ക് കുറയും. അപ്പോൾ ലോട്ട് സൈസ് കുറവുള്ള സ്റ്റോക്കുകളിൽ ബുൾ കോൾ സ്പ്രെഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 31,000 രൂപയുടെ ആവശ്യം വന്നിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഓരോ സ്റ്റോക്കിന് ഡിഫറൻ്റ് ആയിട്ടുള്ള ഫണ്ട് റിക്വയർമെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പം ടാറ്റ മോട്ടോഴ്സൊക്കെ അത്യാവശ്യം ഹൈ ഇതുള്ള 14 ലക്ഷമൊക്കെ ഉണ്ട് ഒരു ലോട്ടിൻ്റെ സൈസ്. ഓൾമോസ്റ്റ് ഡെലിവറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫിസിക്കൽ സെറ്റിൽമെൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ 14 ലക്ഷം രൂപയുടെ അത്രയും വെർത്തായിട്ടുള്ള ട്രേഡാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് മാർജിൻ കൂടുതലാണ്. അപ്പം കമ്പാരിറ്റീവ്ലി റിലയൻസ് അതിലേറെ കുറവായതുകൊണ്ട് തന്നെ റിലയൻസിൽ ഇപ്പോൾ നമ്മൾ ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 31,000 രൂപയെ മാർജിൻ ആവശ്യം വന്നിട്ടുള്ളൂ. അപ്പം ആക്ച്വലി ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഇത്തരത്തിലുള്ള ഹെഡ്ജിങ് സ്ട്രാറ്റജീസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് മാർജിൻ കുറയും. അതിൽ നമ്മൾ സെൽ പൊസിഷൻ ഉണ്ടെങ്കിലും ആ സെൽ പൊസിഷനിൽ വരുന്ന റിസ്ക് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബൈ പൊസിഷൻ കൂടെ ആഡ് ചെയ്യുന്നത് കൊണ്ട് ബ്രോക്കറിന് ടെൻഷൻ ഇല്ല. അതായത് നമ്മൾ ഈ സെൽ പൊസിഷൻ ആഡ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് കൂടുതൽ മാർജിൻ ചോദിക്കുന്നത്? റിസ്ക് കൂടുതലുണ്ടായി, അൺലിമിറ്റഡ് റിസ്ക് ആയതുകൊണ്ടാണ് മാർജിൻ കൂടുതൽ ചോദിക്കുന്നത്. ആ ഒരു അൺലിമിറ്റഡ് റിസ്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൈ പൊസിഷനും കൂടെ ഓപ്പോസിറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റിസ്ക് കുറയുകയും അങ്ങനെ നമുക്ക് മാർജിൻ്റെ റിക്വയർമെൻറ്റ് നല്ല രീതിയിൽ കുറയുകയും ചെയ്യും. അപ്പം ഇവിടെ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇപ്പം 3020 കോൾ ഓപ്ഷൻ 3040 കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അൺലിമിറ്റഡ് ലോസ് ഉണ്ട്. ലോസ് വരുമ്പോൾ അൺലിമിറ്റഡ് ഉണ്ട്, പ്രോഫിറ്റ് വരുമ്പോൾ 15,000 രൂപ. ഇങ്ങനെയാണ് ആക്ച്വലി ഒരു സെൽ പൊസിഷൻ മാത്രം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ബൈ പൊസിഷനും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ലോസ് വരുമ്പോൾ അത് കവർ ചെയ്യാനൊരു ബൈ പൊസിഷനുമായി. അതായത് മുകളിലോട്ട് പോകുമ്പോൾ ബൈയിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടും, താഴോട്ട് വരുമ്പോൾ സെല്ലിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടും. അങ്ങനെ ഒരു ഹെഡ്ജിങ് ആക്കി വെച്ചപ്പോൾ, അല്ലെങ്കിൽ 2 സൈഡിലും പ്രോഫിറ്റ് വരുന്ന രീതിയിലാക്കി വെച്ച സമയത്ത്, അല്ലെങ്കിൽ 2 സൈഡിലും പിഗ് മൂവ്മെൻറ്റ് കിട്ടിയാൽ പോലും നമുക്ക് വലിയ ലോസ് വരാതെ മാക്സിമം 4,500 മാത്രമേ ഈ ഒരു ട്രേഡിൽ നമുക്ക് എങ്ങനെ ആ ഒരു സ്റ്റോക്ക് മൂവ് ചെയ്താലും ലോസ് വരുള്ളൂ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആക്കിയപ്പോൾ നമുക്ക് 31,000 രൂപ മാത്രം മാർജിനായിട്ട് മാറി. അപ്പോൾ ഇങ്ങനെയാണ് മാർജിൻ ഹെഡ്ജിങ് സ്ട്രാറ്റജീസിൽ മാർജിൻ വരിക. അപ്പോൾ നമ്മളെ പൊസിഷൻസിനനുസരിച്ചിട്ടായിരിക്കും മാർജിൻ്റെ ഇത് വരിക. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 30,000 റേഞ്ചിലായിരിക്കും ബുൾ കോൾ സ്പ്രെഡിന് വരുന്ന മാർജിൻ വരുന്നത്. ഒരു 50,000 അങ്ങനെയൊക്കെ ആ ഒരു റേഞ്ചിലായിരിക്കും വരിക. ഇനി കുറച്ചുകൂടെ റിസ്കി ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്താൽ മാക്സിമം പോയാലൊരു 70,000 ഒക്കെയാണ് നമുക്ക് മാർജിൻ മാക്സിമം വരുള്ളൂ. മിനിമം 25 ഒക്കെ വരും. 25,000 റുപ്പീസിൻ്റെ വെച്ച് ഹെഡ്ജിങ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡുകളുണ്ട്. 40,000 ഒരു ആവറേജ് പറയുമ്പോൾ ഒരു 40,000 to 50,000 ആണ് നമ്മുടെ കയ്യിൽ വേണ്ട ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഹെഡ്ജിങ് സ്ട്രാറ്റജീസ് ചെയ്യാം. അപ്പോൾ അതിൽ മാർജിൻ്റെ ഒരു കേസ് വരുന്നത്, നമ്മൾ സെൽ പൊസിഷൻ മാത്രം വെക്കുമ്പോൾ പ്രശ്നമാണ്. പക്ഷേ സെല്ലിൻ്റെ കൂടെ തന്നെ ഒരു ബൈയും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ മാർജിൻ കുറയും. പക്ഷേ ഇതിൻ്റെ കൂടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യം ബൈ ചെയ്തിട്ട് വേണം പിന്നെ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലേ നമുക്ക് മാർജിൻ ബെനിഫിറ്റ് കിട്ടുള്ളൂ. നമ്മൾ ആദ്യം പോയിട്ട് സെല്ല് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ മാർജിൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് സെല്ല് ചെയ്യാൻ വേണ്ടി കഴിയില്ല. പക്ഷേ ആദ്യം ഒരു ബൈ പൊസിഷൻ ആഡ് ചെയ്ത്, ഇപ്പോൾ ഇതിൽ തന്നെ 3000 കോളും 3040 കോള് ബൈയും 3040 കോള് സെല്ലുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം പോയിട്ട് ഞാൻ 3040 കോള് സെല്ല് ചെയ്തിട്ട് പിന്നെ 3000 കോള് ബൈ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ മാർജിൻ ഉണ്ടെങ്കിൽ, അത്യാവശ്യം 1 ലക്ഷം 2 ലക്ഷം ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ കയ്യിൽ വെറും 50,000 രൂപ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം സെൽ പൊസിഷൻ ആഡ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. ആദ്യം നിങ്ങൾ പോയിട്ട് 3000 ബൈ ചെയ്യുക, എന്നിട്ട് 3040 സെല്ല് ചെയ്യുക. അപ്പോൾ നമുക്ക് മാർജിൻ കുറവ് മാത്രമേ ആവശ്യം വരുള്ളൂ. അങ്ങനെയാണ് ഹെഡ്ജിങ്ങിൻ്റെ മാർജിൻ കേസുകൾ വരുന്നത്. ഇനി നമ്മൾ ഏറ്റവും അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇൻ കേസ് ഈ ഓപ്ഷൻസ് സെല്ല് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പല ബ്രോക്കേഴ്സിനും പല രീതിയിലുള്ള സെറ്റിൽമെൻ്റ് ഒക്കെയാണ് വരുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സെറോദ എന്ന് പോലുള്ള സ്റ്റോക്കിലൊക്കെ ചില സിറ്റുവേഷനിൽ ബ്രോക്കർ തന്നെ നമ്മളെ പൊസിഷൻസ് എക്സിറ്റ് ചെയ്ത് ഒഴിവാക്കും. അതായത് ഞാൻ ഫസ്റ്റ് ഇൻഡെക്സ് ഓപ്ഷൻസിൻ്റെ കാര്യം പറഞ്ഞാൽ, ഇൻഡെക്സ് ഓപ്ഷനിൽ നിങ്ങൾ ഒരു ഇൻഡെക്സ് ഓപ്ഷൻ ബൈ ചെയ്തിട്ട് അത് നിങ്ങൾ എക്സിറ്റ് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലോസ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതായത് എക്സ്പയറി കഴിഞ്ഞിട്ടും നിങ്ങളൊരു ഇൻഡെക്സ് ഓപ്ഷനാണ് ഹോൾഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എക്സ്പയറി കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് അത് സെല്ല് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് ഇൻഡെക്സ് ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം വരാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഫിസിക്കൽ സെറ്റിൽമെൻറ്റ് ഒന്നും നടത്തേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ചെറിയ പെനാൽറ്റി എന്തെങ്കിലും വരും, അത് വളരെ ചെറിയ എമൗണ്ട് ആയിരിക്കും. ബ്രോക്കറേജ് പോലുള്ളൊരു എമൗണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ ബ്രോക്കറേജിനെക്കാളും കുറച്ചുകൂടെ കൂടുതലുള്ള അത്തരത്തിലൊരു എമൗണ്ട് ആയിരിക്കും. പക്ഷേ വളരെ ചെറിയ എമൗണ്ട് മാത്രം ഒരു പെനാൽറ്റി വരും. അത് ചിലപ്പോൾ നമ്മൾ അറിയ പോലും ഇല്ല ആ ഒരു എമൗണ്ട് വന്നത്.
അപ്പോൾ അത്തരത്തിലുള്ള ഇഷ്യൂസേ ഇൻഡെക്സ് ഓപ്ഷനിൽ വരുള്ളൂ. അപ്പോൾ ഓപ്ഷൻ ബൈയിങ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ട്രേഡിംഗ് ഒക്കെയാണ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും നല്ലത് ഇൻഡെക്സ് ഓപ്ഷൻ ബൈയിങ് ചെയ്യുന്നതാണ്. അതിൽ മാർജിൻ കുറവായിരിക്കും, നിങ്ങൾ ചെറിയ ക്വാണ്ടിറ്റി വെച്ചിട്ട് ട്രേഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇൻ കേസ് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും അതിൽ പെനാൽറ്റി കാര്യങ്ങളൊന്നും ഫിസിക്കൽ സെറ്റിൽമെൻറ്റ് അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. അപ്പോൾ ഇൻഡെക്സ് ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഫിസിക്കൽ സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ എക്സ്പയറി ആയിട്ട് സെല്ല് ചെയ്തിട്ടില്ല, അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഇനി സ്റ്റോക്ക് ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ ബൈയിങ് ചെയ്തിട്ട് ആ സ്റ്റോക്ക് ഓപ്ഷൻ ഔട്ട് ഓഫ് ദ മണിയിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിലും ഒരു പ്രശ്നമല്ല. അതായത് നിങ്ങളിപ്പം സ്റ്റോക്ക് ഓപ്ഷൻ പർച്ചേസ് ചെയ്തു, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഈ മാർജിൻ വേണ്ടാത്ത ഓപ്ഷൻസ് ഉണ്ടല്ലോ, അതായത് ഔട്ട് ഓഫ് ദ മണി ഓപ്ഷൻസ്. ഇപ്പം ടാറ്റ മോട്ടോഴ്സ് ട്രേഡ് ചെയ്യുന്നത് 960 അപ്പോൾ 970, 980 സി, 990 സി, 1000 സി, അതിൻ്റെ മുകളിലുള്ള ഏത് സിയും നിങ്ങൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ട് ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊന്നും വരാൻ പോകുന്നില്ല. ഈ ഇൻഡെക്സ് ഓപ്ഷൻ്റെ അതേ കേസ് തന്നെ ആയിരിക്കും. അതായത് ചെറിയ എന്തെങ്കിലും ഒരു പെനാൽറ്റി വന്നിട്ട് അത് പോകും. അത് നമ്മൾ അറിയ പോലും ഇല്ല അതിലുള്ള ഇത് വരുന്നത്. അപ്പോൾ സീറോ. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എക്സ്പയറി ഡേയിൽ ഇത്തരത്തിൽ നമ്മൾ ഏത് പ്രൈസിലാണോ ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് നിൽക്കുന്നത് അതിൻ്റെ മുകളിലുള്ള ഓപ്ഷൻസ് ഒക്കെ സീറോ ആയിപ്പോയി. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അത് സീറോ ആയിട്ട് അങ്ങനെ ഓട്ടോമാറ്റിക് പോയിക്കോളും. നമ്മൾ എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലത്, പക്ഷേ എക്സിറ്റ് ചെയ്തിട്ടില്ലെങ്കിലും അത്ര വലിയ പ്രശ്നം വരാൻ പോകുന്നില്ല. പക്ഷേ ടാറ്റ മോട്ടോഴ്സ് 960 രൂപയിലാണ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ 950 സി, 940 സി, ഇങ്ങനെ താഴോട്ട് വരുന്ന ഇന്തമണിയിൽ വരുന്ന സിഇസ് ഉണ്ടല്ലോ, ഓപ്ഷൻസ് ഉണ്ടല്ലോ, അത് നിങ്ങൾ എക്സിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഫിസിക്കൽ സെറ്റിൽമെൻറ്റ് നടത്തേണ്ടി വരും. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഓപ്ഷൻസിൽ കൂടുതൽ മാർജിൻ ചോദിക്കുന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ 43 രൂപ ഉള്ള 1425 ക്വാണ്ടിറ്റി നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് 1.40 ലക്ഷം വരാനുള്ള കാരണവും അതാണ്. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഇൻ കേസ് എക്സിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ ഫിസിക്കൽ സെറ്റിൽമെൻറ്റ് നടത്തേണ്ടി വരും എന്നുള്ളത് കൊണ്ട്. അപ്പം ഇത്തരത്തിലുള്ള സിറ്റുവേഷനിൽ ഇൻ കേസ് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ വിചാരിക്കുക, എന്താണ് സംഭവിക്കാൻ പോവുക? അതായത് മാർജിൻ ലിക്വിഡിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൽ സെറോദ പറയുന്നത്, അവരുടെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ പറയുന്നത്, അവർ സെറ്റിൽമെൻറ്റ് ചെയ്യും, പക്ഷേ അതിൽ വരുന്ന ലോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കേണ്ടി വരും എന്നുള്ള രീതിയിലാണ്. അപ്പം ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ അത്ര വലിയ ലോസ് വരാനുള്ള ചാൻസ് ഇല്ല. കാരണം എന്താ, നമ്മൾ ബൈ ചെയ്തിട്ടുള്ളത് നമ്മൾ സെല്ല് ചെയ്ത് ഒഴിവാക്കാതെ ഇൻ ദ മണി ഓപ്ഷൻസ് ആണ്. ഇൻ ദ മണി ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ ഓൾറെഡി പ്രോഫിറ്റിലാവാനാണ് ചാൻസ് ഉള്ളത്. അപ്പോൾ ഓൾറെഡി പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ പ്രോഫിറ്റ് ഒന്നും കിട്ടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ പ്രോഫിറ്റിൽ നിന്ന് കുറച്ച് എമൗണ്ടും കൂടെ കുറഞ്ഞ് അങ്ങനെയൊക്കെ ആയിരിക്കും സെറ്റിൽമെൻറ്റ് നടത്തിയിട്ട് ബാലൻസ് എമൗണ്ട് കിട്ടുക. പക്ഷേ ആ സെറ്റിൽമെൻറ്റ് നടക്കുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ബ്രോക്കറെ കോൺടാക്ട് ചെയ്ത് അത് സംഭവം നടക്കുന്നതിന് മുൻപ് നിങ്ങളുടെ അക്കൗണ്ട് മൈനസ് ആയിട്ട് കാണിക്കും. ചിലപ്പോൾ 10 ലക്ഷം മൈനസ്, അല്ലെങ്കിൽ 14 ലക്ഷം മൈനസ് ഒക്കെ ആയിട്ട് കാണിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അത് സെറ്റിലാവുമ്പോൾ അത് തീരുകയും ചെയ്യും. പിന്നെ ഇതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ളത്, ഇത്തരത്തിൽ ഈ മാർജിൻ, ഈ പറഞ്ഞ മാർജിൻ റിക്വയർമെൻറ്റ് വരുന്നത്, ഒന്ന് എന്ന് പറയുന്നത് നമ്മളൊരു ഓപ്ഷൻ ബൈ ചെയ്തിട്ട് എക്സിറ്റ് ചെയ്യാതെ അവിടെ അങ്ങനെ വെക്കുക. പോരാത്തതിന് നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടും എക്സിറ്റ് ചെയ്യാതെ അങ്ങനെ ഹോൾഡ് ചെയ്യുമ്പോഴൊക്കെയാണ് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് വരുള്ളൂ. അതൊന്ന്. പിന്നെ ലിക്വിഡിറ്റി വളരെ കുറവുള്ള സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യുമ്പോഴൊക്കെ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് വരുള്ളൂ. അപ്പോൾ ഒരുവിധം ബ്രോക്കേഴ്സൊക്കെ അത്തരത്തിൽ ലിക്വിഡിറ്റി ഉള്ള സ്റ്റോക്കുകളിലൊന്നും ട്രേഡ് ചെയ്യാൻ അനുവദിക്കാറില്ല. അത് സെബിയുടെ റൂൾ തന്നെയുണ്ട്, അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്, ഈ ഫിസിക്കൽ സെറ്റിൽമെൻറ്റിന് ഇഷ്യൂസ് വരുന്നതുകൊണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഇഷ്യൂസ് സാധാരണ വരാറില്ല, വളരെ റെയറായിട്ട് ഇത്തരത്തിലുള്ള ഒരു മാർജിൻ എഫക്റ്റ് അങ്ങനത്തെ വരുള്ളൂ. വന്നു കഴിഞ്ഞാലും ലക്ഷങ്ങൾ അങ്ങനെ പോകുന്നില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം അതാണ് ഫിസിക്കൽ സെറ്റിൽമെൻറ്റ് കേസ് എന്ന് പറയുന്നത്. ഇൻഡെക്സിൽ യാതൊരു പ്രശ്നമല്ല. ഇൻഡെക്സിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത്, ഓപ്ഷൻ ബൈയിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമല്ല, അതങ്ങനെ പോയിക്കോളും. സ്റ്റോക്ക് ഓപ്ഷൻസിലാണെങ്കിൽ മാത്രം ഈ പറഞ്ഞ പോലെ ഈ ഇൻ ദ മണിയിലാണെങ്കിൽ മാത്രം ഹോൾഡ് ചെയ്യുന്ന പൊസിഷൻസിലേ ഇത്തരത്തിലുള്ള ഇഷ്യൂസ് വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രം അങ്ങനെ സംഭവിക്കും. ഇനി അത് മാത്രമല്ല, നമ്മൾ ബുൾക്ക് കോൾ സ്പ്രെഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇഷ്യൂ വരാൻ പോകുന്നില്ല. ബുൾക്ക് കോൾ സ്പ്രെഡിൽ എന്താ നമ്മൾ ചെയ്യുന്നത്, ഒരു ബൈ പൊസിഷനും ഉണ്ട്, ഒരു സെൽ പൊസിഷനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നമുക്ക് വേറെ മാർജിൻ്റെ പ്രശ്നങ്ങൾ വരുന്നില്ല. കാരണം നമ്മളൊരു സ്റ്റോക്ക് ബൈ ചെയ്യുന്നുണ്ട്, സെല്ലും ചെയ്യുന്നുണ്ട്. അപ്പോൾ സെല്ലും ബൈയും കൂടെ ആയിട്ട് അത് ക്യാൻസലായിട്ട് പോവുകയും അത് പ്രശ്നമില്ലാതെ സോൾവ് ആവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഹെഡ്ജിങ് സ്ട്രാറ്റജീസ് വരുമ്പോൾ നമുക്ക് ഫിസിക്കൽ സെറ്റിൽമെൻറ്റിൻ്റെ പ്രശ്നം വരുന്നില്ല. ഹെഡ്ജിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇൻഡെക്സ് ഓപ്ഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർജിൻ്റെ പ്രശ്നങ്ങൾ വരുന്നില്ല. സ്റ്റോക്ക് ഓപ്ഷനിൽ തന്നെ ഔട്ട് ഓഫ് ദ മണിയാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്, അതായത് പ്രോഫിറ്റ് കിട്ടിയിട്ടും സെല്ല് ചെയ്യാതെ അങ്ങനെ ഹോൾഡ് ചെയ്യുന്ന, അത്രയും റിസ്ക് എടുത്ത് ചെയ്യുകയാണെങ്കിൽ മാത്രമേ വരുള്ളൂ. പിന്നെ നാലാമതായിട്ട്
നമ്മളെടുത്തിട്ടുള്ള ഓപ്ഷനിൽ നല്ല ലിക്വിഡിറ്റി ഉണ്ടെങ്കിലും നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നില്ല. അപ്പോൾ വളരെ റെയറായിട്ട് മൈന്യൂട്ടായിട്ടുള്ള ഒരു പ്രശ്നം മാത്രമേ ഈ ഒരു എന്താ പറയുക മാർജിൻ പ്രശ്നം ഫിസിക്കൽ സെറ്റിൽമെൻറ്റ് ഇഷ്യൂസ് വരുന്നുള്ളൂ. അത് നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ തീരെ ശ്രദ്ധക്കുറവെന്ന് പറയാൻ പറ്റില്ല, തീരെ ആ ഒരു മൈൻഡില്ലാതെ ചെയ്യുമ്പോൾ, വളരെ കെയർലെസ് ആയിട്ട് ചെയ്യുമ്പോൾ മാത്രമേ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുള്ളൂ. മാർജിൻ്റെ കേസ് പറയുമ്പോൾ ഓവറോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാൻ വേണ്ടി തോന്നുന്നത്, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് തോന്നുന്നു. ഇനി വേറെ എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തറിയിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്തറിയിക്കാം. സോ അതാണ് ഇന്നത്തെ വീഡിയോ. മാർജിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്തെന്ന് വിചാരിക്കുന്നു. സോ വീഡിയോ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാമിൽ ചാനലിൽ ചോദിക്കാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ടും ചോദിക്കാം, ഞാൻ മാക്സിമം റീപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. താങ്ക് യു.